നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളോട് അവർക്കുള്ള കറൻറ്റ് ഫീലിങ്സുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യുന്നു മനസ്സിലാക്കുക. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും അതുപോലെ നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആവാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ. കാരണം നമ്മളൊരു നെഗറ്റീവ് എനർജീനെ, ഒരുപാട് കർമ്മയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യരുത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത കേൾക്കുമ്പോൾ അത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആകപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ ഈ രീതിയിൽ ആ ഒരു കാര്യത്തെ ഞാനൊന്ന് നമ്മുടെ സോളുമായിട്ട് അതൊരു കണക്ഷൻസ് വരും. അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതായത് ഇതൊരു ഡിവൈൻ എനർജി ആയതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ഗൈഡൻസ് ആയിട്ടും എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകൾക്കും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനകത്തുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ഒരു റിലേഷനെ ബേസ് ചെയ്താണെങ്കിലും എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഗൈഡൻസ് എനർജി ആയിട്ടും മാത്രം എടുക്കാൻ ശ്രമിക്കുക. അത്യാവശ്യമായിട്ട്, അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡൻസ് വേണം, നല്ലൊരു മാർഗ്ഗനിർദ്ദേശം വേണം. ബ്ലോക്കേജിൽ നിന്നൊക്കെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ഒന്ന് എടുത്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ചിങ് വരും, അതിനൊരു മാറ്റവുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ് ആണ്. നമുക്ക് 3 ഓഫ് പെൻറ്റിക്കിൾസ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് കേട്ടോ. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം ഇതിനകത്ത് സെപ്റ്റംബർ മാസക്കാരുടെ എനർജിയും ഡിസംബറിൻ്റെ എനർജിയും ഏപ്രിൽ മാസക്കാരുടെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അത്രയും എനർജി വളരെയധികം സ്ട്രോങ് ആണ്. ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. കൂടാതെ തന്നെ ബാക്കി എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും. ഞാൻ അസ്ട്രോളജി സൈൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അത്രയും പേരുടെ എനർജി പവർഫുള്ളായിട്ട് നിൽപ്പുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. വളരെ ശക്തമാകുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ കണക്റ്റഡ് ആയത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള വ്യക്തിയാണ്. ആ ഒരു പേഴ്സൺ ആണ്, അതായത് അവർക്കത് വളരെ ക്ലിയറൻസ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഒന്നെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസോ ഉണ്ടായിരുന്നൊരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി എന്ന് തന്നെയാണ്. കാരണം അതായത് നിങ്ങളിൽ വളരെയധികം ഒരു അറ്റാച്ച്മെൻറ്റ് എനർജി, ഒരു സപ്പോർട്ടിങ് എനർജി ഫീൽ ചെയ്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ചിലരെ സംബന്ധിച്ച് പേരൻറ്റിങ് എനർജിയൊക്കെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി ആയിട്ട് നിൽക്കുന്നത്. ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് കുടുംബ ബന്ധങ്ങൾ, ഒരു ട്രഡീഷണൽ ഫാമിലി എനർജി, കുറച്ചൊക്കെ വിശ്വാസവും അതുപോലെ തന്നെ കാസ്റ്റ് സംബന്ധമാകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി പ്രാധാന്യം കൊടുക്കുന്ന, മാത്രവുമല്ല ഇച്ചിരി ദൈവികമാകുന്ന വിശ്വാസത്തോടു കൂടി ഇച്ചിരി അഭിമാനത്തോടൊക്കെ കൂടി ഫാമിലി വീട്ടുപേരൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, വളരെയധികം സ്ട്രോങ് ആയിട്ട് അവരുടെ ഫാമിലി എനർജി ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ പറയുന്നത് പോലെ ഫാമിലിപരമായിട്ടൊരിച്ചിരി തലയെടുപ്പുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന പേഴ്സണും ഇതിനകത്ത് കണക്റ്റഡ് ആണ് കേട്ടോ. എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരു എനർജിയിൽ നിന്നും വളരെയധികം പ്രഷ്യസ് ആയിട്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് എനർജിയോട് കൂടിയായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേർന്നത്. അതല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് വളരെയധികം ഒരു സപ്പോർട്ടിങ്, ഒരു ഫീലിങ്സ് തോന്നി എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻ. അതായത് ഇതൊരു കാലം കണക്റ്റ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. തേർഡ് സിറ്റുവേഷൻസ് ശക്തമാകുന്ന തടസ്സമായി നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നത് കാലം കണക്റ്റ് ചെയ്ത ഒരു എനർജി ആയിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രവുമല്ല അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ഇപ്പോൾ ഒരു ജസ്റ്റിസ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് രണ്ട് സിറ്റുവേഷൻസിനെയും ബാലൻസ് ചെയ്യണം.
അല്ലെങ്കിൽ അവർക്ക് 2 സിറ്റുവേഷൻസിൽ ഒന്നിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ഒന്നിനെ മാത്രം പൂർണ്ണമായിട്ടും വിട്ടുകളയുകയും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ്. അതായത് അവരെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചറിവിൻ്റെ, ഒരു ചേഞ്ചിങ്ങിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. അവർ ചെയ്യുന്ന തെറ്റിനെയും ശരിയെയും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരൊരു ജസ്റ്റിസ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്നെങ്കിൽ പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വരും, അതല്ല എങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ. ആരാണോ ഈ ഒരു പേഴ്സണ് കൂടുതൽ ഇമോഷണൽ സപ്പോർട്ടിങ് നൽകുന്നത്, മെൻ്റൽ സപ്പോർട്ടിങ് നൽകുന്നത്, അതുപോലെ ഫിസിക്കൽ പരമാകുന്ന സപ്പോർട്ടിങ് നൽകുന്നത്, ആ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആകണം എന്നുള്ള ഒരു ചിന്ത കൂടി ഈ ഒരു പേഴ്സണെ കറൻറ്റ്ലി പിടിച്ച് നിർത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് നല്ല രീതിയിലൊരു ഗൈഡൻസ് എനർജി കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണെ മറ്റാരയ്ക്കോ നല്ല രീതിയിൽ ഉപദേശിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒന്നെങ്കിൽ അത് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽപ്പെട്ടവരാവാം, അതല്ലെങ്കിൽ പേരൻറ്റിങ് എനർജിയിൽപ്പെട്ട ഒരു എനർജി ആവാം. ഇവരെ വളരെ ശക്തമായിട്ട് ഗൈഡിങ് കൊടുക്കുന്നുണ്ട്. അവർക്ക് മുന്നോട്ടേക്കുള്ള ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന, തീർച്ചയായിട്ടും അവരൊരു സ്തംഭന അവസ്ഥയിലാണ് കറൻ്റിലി നിൽക്കുന്നത്. അവിടെ നിന്ന് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം, എന്ത് തീരുമാനങ്ങൾ എടുക്കണം, ജീവിതത്തെ എങ്ങനെ നോക്കി കാണണമെന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ട് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. ചില ബന്ധങ്ങളിൽ ചിലപ്പോൾ ഫാമിലി കണക്റ്റഡ് ആണെങ്കിൽ, ഭാര്യ ഭർത്തൃവായി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസിൻ്റെ എനർജിയിലാണ് ആ ഒരു സിറ്റുവേഷൻസ് നിൽക്കുന്നത്. ഒരു നീതി, അതായത് ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില പ്രശ്നങ്ങൾ അതിനെ കണക്റ്റ് ചെയ്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നല്ലൊരു ഗൈഡൻസ്, നല്ലൊരു മാർഗ്ഗനിർദ്ദേശം മറ്റുള്ളവർ നൽകുന്നത്. അവരെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻസിൽ അവർക്കൊരു ജസ്റ്റിസിൻ്റെ എനർജി നേരിടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവർക്കൊരു ബ്ലോക്കിംഗ് എനർജിയാണ് ഇപ്പം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ നടക്കുന്നത്. ഒരു തീരുമാനമെടുക്കാൻ അവരെ സംബന്ധിച്ച് സാധിക്കുന്നില്ല. പാസ്റ്റിലേക്ക് തിരിച്ചു പോരുന്നതാണോ പോസിറ്റീവ്, അതല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ കണക്റ്റ് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളത് അവർക്ക് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചറിവ്, ഒരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ അവർക്കുണ്ട്. അവർ ആലോചിക്കുന്നുണ്ട്, ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാനെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവരുടെ മനസ്സെപ്പോഴും പാസ്റ്റിലേക്കാണ് കേട്ടോ. തിരിച്ചു പോരുക എന്നുള്ള ഒരു എനർജിയാണ് അവരുടെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ അവരെ ഗൈഡ് ചെയ്യുന്നതും, അവരുടെ സോളുകൾ അവരെ ഗൈഡ് ചെയ്യുന്നതും പാസ്റ്റിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ അവർക്ക് അവിടെ എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത്, എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താണെങ്കിലും അവർ മാനിഫെസ്റ്റിംഗ് എനർജിയിലേക്കാണ് കേട്ടോ. ശരിക്കും അവരൊരു ഫോക്കസ് എനർജിയിലൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു പുതിയ തുടക്കത്തിന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്യൂച്ചർ സക്സസ് ആയിരിക്കണം. അവർ എന്ത് ചെയ്താലും ഇനി അവർക്കൊരു ഫ്യൂച്ചർ സക്സസ് വേണമെന്നുള്ളൊരു എനർജിയാണ്. കുറച്ച് ഈഗോ ഉണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്. അവരുടെ ഈ ഒരു ഈഗോ ഒന്ന് എടുത്തു മാറ്റുകയാണെങ്കിൽ, അവർക്ക് ആ ഒരു തുറന്ന് സംസാരിക്കാനുള്ള ആ ഒരു മനസ്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ്, അവർ ഹൈഡ് ചെയ്യുന്ന ചില ഇമോഷൻസിനെ അവരൊന്ന് പ്രകടിപ്പിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ചില നെഗറ്റീവ് ആകുന്ന പവർ ലോസ് എനർജിയിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ സാധിക്കും. ഇവർ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ട് അവരവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഓപ്പൺ ചെയ്യാതിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഇവരെ നെഗറ്റീവ് എനർജി, തെറ്റാകുന്ന ചില ഗൈഡൻസുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ഈ ഒരു ഈഗോ വരുന്നത് തന്നെ ഇവരുടെ ലൈഫിൽ ഒരു ബ്ലോക്കേജ് തന്നെയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരൊന്ന് തുറന്ന് സംസാരിച്ചാൽ, നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ, അതല്ലെങ്കിൽ ഇവർക്ക് മുന്നിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് 1-2 വ്യക്തികളുടെ പ്രസൻസ് വരുന്നുണ്ട്. അവരോടാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഓപ്പൺ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ, അവരുടെ ആ ഒരു ഈഗോ ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ബ്ലാക്ക് എനർജി, ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലുള്ള, അതായത് ഒരു ബന്ധനാവസ്ഥയുണ്ട്. അത് അവർ സ്വയം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ബന്ധനാവസ്ഥയായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈഗോ, അതല്ലെങ്കിൽ അവർ വേദനിക്കുന്നു, അവർക്കും ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് മുന്നോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ, സ്റ്റക്നെസ് ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം അവർ തുറന്നു പറഞ്ഞാൽ, അവരെന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്താണോ അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യം അവരൊന്ന് തുറന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ പ്രോബ്ലംസ്, അവരുടെ തടസ്സങ്ങൾ അവസാനിക്കും. പക്ഷെ അവരതിന്
തയ്യാറല്ലാത്ത വിധമാണ് നിൽക്കുന്നത്. ഇമോഷൻസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് നല്ല രീതിയിൽ ഒരു ഇമോഷണൽ സപ്പോർട്ടിങ് കൊടുത്ത വ്യക്തിയാണ്. നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരിക എന്നത് അവരുടെ ഒരു കടമയിൽപ്പെട്ടതാണ്, ഒരു കടബാധ്യതയായിട്ട് തന്നെയാണ് അവരുടെ ഉള്ളിൽ നിൽക്കുന്നത്. അവർക്ക് ആ ഒരു ഇമോഷൻസ് വേണ്ട എന്ന് പറഞ്ഞ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളിൽ പല വ്യക്തികളിലും ഈ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തു പോയിട്ട് ഇരിക്കുന്ന ഒരു നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയുമാവാം. കാരണം നിങ്ങൾ കൊടുത്ത ഇമോഷൻസിനെ അവർ വാല്യൂ കൽപ്പിക്കാതെ മുഖം തിരിച്ചു പോയൊരു എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അവർക്ക് ഒരു തീരുമാനങ്ങളും എടുക്കാൻ പറ്റാത്ത കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവർ എഫോർട്ട് എടുക്കേണ്ടി വരുന്നു. അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും അവർ എഫോർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫീലിംഗ് ട്രാപ്പ് എനർജിയിലാണ്. അതായത് അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, ഈഗോ എന്ന ഒരു സാധനമാണ് അവരെ പൂർണ്ണമായിട്ടും പവർ ലോസ് വരുത്തി അവരെ ഒരു ഇരയാക്കിയ പോലെ ഇട്ടേക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒന്നും തന്നെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാതെ നിൽക്കുന്നത്. കൂട്ടത്തിൽ അവരെ സംബന്ധിച്ച് ആ ഒരു ഈഗോ എന്ന് പറയുന്നത് അവരെ ഫീലിംഗ് ആണ്. അവരെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പം അവരുടെ മനസ്സിനകത്ത് വളരെ ശക്തമാകുന്ന നെഗറ്റീവ് തോട്ട്സുകൾ നിറഞ്ഞിരിക്കുകയാണ്. എന്തു വിചാരിക്കും, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇമോഷൻസ് പങ്കുവെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ആ വ്യക്തിയുടെ ആ ഒരു തലയെടുപ്പോട് കൂടി നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒന്നുമല്ലാതായി തീരുമോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ട്രാപ്പ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി എഫോർട്ട് എടുക്കുകയാണ്, ഇമോഷണൽ പരമാകുന്ന, അതായത് ആ ഒരു ബന്ധനം, ആ പവർ ലോസ് എന്ന എനർജി അയാൾ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ്, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു വിവാഹം. സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഒരു മാര്യേജ്, നിങ്ങളോടൊപ്പം ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു മാര്യേജ്, ഒരു വിവാഹം, ഒരു പാർട്ട്ണർ എനർജി വേണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി എഫോർട്ട് എടുക്കുന്നുണ്ട്, മാനസികപരമായിട്ടും എഫോർട്ട് എടുക്കുന്നുണ്ട്. അത് പുറമെ മറ്റുള്ളവരോട് ഷെയറിങ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു വ്യക്തിയുടെ ഒരു ഹൈഡിങ് എനർജി. ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ യഥാർത്ഥ പാർട്ട്ണർ എനർജി ആണെങ്കിൽ നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് ഒരു ലൈഫ് സിറ്റുവേഷൻസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ പുള്ളി ആ ഒരു പേഴ്സൻ്റെ, അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ, ആ ഒരു പേഴ്സൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത് കാലമായിട്ട് കണക്ട് ചെയ്യട്ടെ. അതായത് ഈ ഒരു വ്യക്തിയുടെ ഈഗോ നഷ്ടപ്പെടാതെ, ഈ വ്യക്തി ബലം പിടിച്ച് നിൽക്കുന്ന, ആ ഒരു മസിൽ പിടിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും പിന്നിലേക്ക് വരാതെ നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യട്ടെ, അതല്ലെങ്കിൽ കാലം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ ട്വിൻ ഫ്ലെയിം ജേണിയാണ് കേട്ടോ. നിങ്ങളുടെയും ഈ ഒരു വ്യക്തിയെയും കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് നിങ്ങൾ ഒരേ സോളുകൾ, ഒരേ മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ അവരും അനുഭവിക്കുന്നുണ്ട്. അവർക്കുണ്ടാകുന്ന ഓരോ ഫീലിങ്സും, അത് ദേഷ്യമാണെങ്കിലും ഏത് ഇമോഷൻസ് ആണെങ്കിലും അത് അതേപടി നിങ്ങളിലേക്കും ബാധിച്ചു വരുന്നുണ്ട്, നിങ്ങളിലേക്കും അത് കണക്റ്റഡ് ആകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത്രത്തോളം നിങ്ങളുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളത് അറിയുന്നില്ലെങ്കിലും നിങ്ങൾ ഓർക്കുന്ന ആ ടൈമുകളിലെല്ലാം ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നു. നിങ്ങളും ആ ഒരു പേഴ്സണും നിങ്ങളുടെ എന്ത് ഫീലിങ്സിലാണോ വരുന്നത് ആ ഫീലിങ്സിൽ തന്നെയാണ് ആ ഒരു പേഴ്സണും നിലനിൽക്കുന്നതെന്നുള്ളത് 100% ഉറപ്പാണ്. കൂടാതെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ന്യായം ഇവിടെ നടപ്പിലാക്കണമെന്നുള്ളത് രണ്ട് വ്യക്തികൾക്കും ഇന്നർ കോളിംഗ് ലഭിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതിനകത്ത് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു പേഴ്സണും നീതി നടപ്പിലാക്കേണ്ടി വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ കുറച്ച് കോൺഫിഡൻസും ധൈര്യവുമൊക്കെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം ഉണ്ടാകുന്നുണ്ട്. ഇതിനു മുൻപ് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു, ഉത്കണ്ഠ, ആൻസൈറ്റി എനർജിയിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തി തന്നെയാണ്. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഇപ്പം ഈ ഒരു പേഴ്സണ് ഇച്ചിരി ധൈര്യവും ഒരു കോൺഫിഡൻസും, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യാൻ സാധിക്കും, എനിക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും, എന്നെക്കൊണ്ട് പല കാര്യങ്ങളും ഇനി മുന്നോട്ടേക്ക് പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ്. ഈ ഈഗോ എന്ന ഒരു കാര്യമാണ് ഈ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും ഡൗൺ ആക്കുന്നത്. ആ ഈഗോ അങ്ങ് മാറ്റി എല്ലാവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പിന്നെ ഒരു പ്രശ്നവുമില്ല. അയാളുടെ ലൈഫിൽ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്, ആരുമില്ല, എലോൺ എനർജിയിലാണ് നിൽക്കുന്നത്. സ്വയം സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇമോഷണലി ഒരു ഹാപ്പിനെസ്സോ
ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലാത്തൊരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുന്നുണ്ട്, പ്രണയം, അതായത് ഒരു സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തീരുമാനമെടുക്കാനുള്ള ഒരു ഗഡ്സ് ഇല്ല എന്ന് തന്നെ പറയാം. തീരുമാനമെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈഗോ തന്നെയാണ്. ആ ഈഗോയുടെ പവർ ഒന്ന് കുറയുകയാണെങ്കിൽ ഡെവിൾ എനർജി വരെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ് ഈ ഈഗോയുടെ പുറത്ത്. കാരണം അത് എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾക്കെല്ലാം തടസ്സം വരുത്തുന്നത് ഈ ഈഗോ തന്നെയാണ്. തുറന്നു പറയാനുള്ള മടി, ആഗ്രഹങ്ങൾ, നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് തുറന്നു പറയാനുള്ള ഒരു മടിയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് കാണുന്നത്. ഇമോഷൻസ് ഉണ്ട് കേട്ടോ, വളരെയധികം സ്നേഹമുണ്ട്. അതുപോലെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനം എടുക്കില്ല. കാരണം പാസ്റ്റിൽ എടുത്ത തീരുമാനങ്ങൾക്ക് കിട്ടിയത് ടോക്സിക് ആവുന്ന സിറ്റുവേഷൻസ് ആണ്. അപമാനവും നാണക്കേടുകളൊക്കെ നല്ല രീതിയിൽ മേടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പം എടുത്തുചാട്ടത്തെക്കുറിച്ച് നല്ലപോലെ ആലോചിക്കുന്നുണ്ട്. മുന്നിൽ വരുന്ന ഒരു കാര്യങ്ങളിലും പല രീതിയിലുള്ള പ്രലോഭനങ്ങളൊക്കെ ലൈഫിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഈ ഒരു പേഴ്സണ് കറൻറ്റിലി. പക്ഷെ ഒന്നിലും കണക്റ്റഡ് ആകില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആൾ നിൽക്കുന്നതാണ് കറൻറ്റ് സിറ്റുവേഷൻസ്. നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻ നോക്കുമ്പോൾ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവാണ്, പവർ ലോസ് ആണ്, അതായത് ഹാർട്ട് ബ്രോക്കൺ ആണ്. വളരെയധികം പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് ആണ്. ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, സ്ട്രെസ് അനുഭവിക്കുന്നു. ആക്ഷൻ എടുക്കണമെന്നും നിങ്ങളിലേക്കൊന്ന് വന്ന് ചേരണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഈ പറഞ്ഞ ഈഗോ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ. എന്നാൽ വളരെ പെയിൻഫുള്ളുമാണ്. പക്ഷേ വിട്ട് അതായത് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ വിട്ടുപിടിക്കില്ല എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പഴയ പോലെയൊക്കെ ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. നമ്മളീ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു നിങ്ങൾക്ക് മുന്നിൽ ഒരു സെൽഫ് ലവ് എനർജി കാണിക്കാനും നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു സ്ട്രോങ് ആയിട്ട് അതൊരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കാനും എല്ലാം ഒരു മടിയുമില്ലാത്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പക്ഷേ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നതോ ചേഞ്ചിങ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മാറ്റം വന്നിരുന്നെങ്കിൽ, എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു സക്സസ് എനർജി ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം വിട്ട് പിടിക്കില്ല എന്നുള്ള വാശി കാണിക്കുന്ന നിങ്ങളിലാണ്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവാം, ഏജ് ഡിഫറൻസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരാൾ മാര്യേജും ഒരാൾ മാര്യേഡ് ചെയ്യാത്ത പേഴ്സൺ ആവാം. എന്തൊക്കെയോ കുറേ ഡിഫറൻസ് നിങ്ങളെ കണക്ട് ചെയ്യുമ്പം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫാമിലി പരമായിട്ട് വളരെ തടസ്സം നിൽക്കുന്ന വലിയ ശക്തമായ തടസ്സങ്ങളായിരിക്കാം. നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ ഒരുമിച്ച് പോകുക എന്നതിന് വളരെ ശക്തമാകുന്ന തടസ്സമുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് അൺകണ്ടീഷണൽ ലവ് എനർജിയാണ്. അതായത് ആരോടും തോന്നാത്തൊരു ഇമോഷൻസും അട്രാക്ഷനുമാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നത്. അത് അവർക്ക് തുറന്നു പറയാൻ പറ്റണം. പക്ഷേ ആ ഒരു ഇമോഷൻസ്, നിങ്ങളോട് തോന്നുന്ന ആ ഒരു അഡിക്ഷൻ, പ്രാന്തമാകുന്ന ആ ഒരു ഇഷ്ടത്തെ അവരൊരു ബൗണ്ടറി തീർക്കുവാണ്. അവരത് പ്രകടിപ്പിക്കാതെ അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോവാൻ ശ്രമിക്കുകയാണ്. കാരണം അത് അപകടകരമാകുമോ എന്നുള്ള ഒരു ഭയം അവരെ വളരെയധികം വേട്ടയാടുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ അത് തുറന്ന് പ്രകടിപ്പിക്കാനോ പറയാനോ ഇവർക്ക് പേടിയാണ്. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്നുള്ളൊരു ഭയം അവരെ അതിജീവിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് എനർജി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് എനർജിയിലാണ് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഉറച്ചു തീരുമാനിച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി വരാൻ പോകുന്നു. ഒരു റീയൂണിയൻ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനകത്ത് ഒരു സംശയവുമില്ല. കാരണം ഏത് പ്രതിസന്ധികളെയും എന്തു പ്രശ്നത്തിനെയും അവർ ഫൈറ്റിംഗ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സൺ എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തി
എത്രത്തോളം ഫോളോ ചെയ്തിരുന്നു, നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരുന്നു. നിങ്ങളുടെ ലൈഫിലെ പല സാഹചര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും നിങ്ങളെ ഈ ഒരു വ്യക്തി നല്ല പോലെ അവഗണിച്ച ഒരു എനർജി കാണുന്നുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെ ഒരു കൈക്കുമ്പിളിൽ, അതായത് ഏറ്റവും പ്രഷ്യസായി, ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ചേർത്തു പിടിക്കണം എന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു പേഴ്സണിന് മുമ്പിൽ ഒരുപാട് ചോയ്സ് ചെല്ലുന്നുണ്ട്. ഈ ചോയ്സുകളിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളാണ്. ഒന്നെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും വർഷങ്ങൾക്ക് മുമ്പ് ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ പരിചയം ഉണ്ടായിട്ടുള്ള വ്യക്തികളാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് വളരെ ശക്തമായിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിയുടെ റീ എൻട്രി ഉണ്ട്. റീയൂണിയൻ, ശക്തമായിട്ടുള്ള ഒരു റീയൂണിയൻ ഉണ്ട്. നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടായാൽ ഈ ഒരു ബന്ധം ഇനി നിങ്ങൾക്കൊരു വിവാഹം പോലുള്ള എനർജിയിലോ നല്ലൊരു പാർട്ട്ണർ എനർജിയിലോ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ റിലേഷൻ നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.